ഇന്ന് ജൂലൈ 23, വിശുദ്ധ ബ്രിജറ്റ്. സ്വീഡനിലെ ഒരു കുലീന കുടുംബത്തിലെ ദൈവഭക്തരായ ദമ്പതികളുടെ മകളായിട്ടാണ് വിശുദ്ധ ബ്രിജറ്റ് ജനിച്ചത്. വളരെ വിശുദ്ധമായൊരു ജീവിതമായിരുന്നു വിശുദ്ധ ബ്രിജറ്റ് നയിച്ചിരുന്നത്. തൻ്റെ 10ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ പറ്റിയുള്ള ഒരു പ്രബോധനം വിശുദ്ധ കേൾക്കാനിടയായി. അടുത്ത ദിവസം രാത്രിയിൽ ചോര ചിന്തിക്കൊണ്ട് കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ ദർശനം വിശുദ്ധയ്ക്ക് ലഭിച്ചു. കൂടാതെ കർത്താവ് തൻ്റെ സഹനങ്ങളെപ്പറ്റി വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം വിശുദ്ധ കർത്താവിൻ്റെ സഹനങ്ങളെപ്പറ്റി ധ്യാനിക്കുക പതിവായിരുന്നു. അപ്പോഴേക്ക് വിശുദ്ധ ഹൃദയം നൊന്ത് കരയുമായിരുന്നു. വിശുദ്ധ ബ്രിജറ്റിന് വിവാഹപ്രായമായപ്പോൾ വിശുദ്ധയുടെ മാതാപിതാക്കൾ വിശുദ്ധയെ നെരിസിയായിലെ രാജകുമാരനായിരുന്ന ഉൾഫോക്കെ വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ ജീവിത മാതൃക കൊണ്ട് ഭർത്താവിനെയും ദൈവഭക്തിയിലേക്ക് വിശുദ്ധ നയിച്ചു. മാതൃപരമായ സ്നേഹത്തോടു കൂടി തന്നെ തൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. ദരിദ്രരെ സഹായിക്കുന്നതിൽ വളരെ ഉത്സാഹവതിയായിരുന്നു വിശുദ്ധ. രോഗികൾക്കായി ഒരു ഭവനം തന്നെ നിർമ്മിച്ചു. അവരുടെ പാദങ്ങൾ വിശുദ്ധ കഴുകി ചുംബിക്കുമായിരുന്നു. വിശുദ്ധ യാക്കോബിന്റെ ശവകുടീരം സന്ദർശിക്കുന്നതിനായി വിശുദ്ധ തന്റെ ഭർത്താവിനൊപ്പം കോമ്പോസ്റ്റെല്ലയിലേക്കൊരു തീർത്ഥാടനം നടത്തി. അവരുടെ മടക്കയാത്രയിൽ അറാസിൽ വെച്ച് ഭർത്താവിന് മാരകമായ അസുഖം പിടിപെട്ടു. എന്നാൽ ആ രാത്രിയിൽ വിശുദ്ധ ഡിയോണിസിയൂസ് വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഭർത്താവിന്റെ രോഗശാന്തി ഉൾപ്പെടെ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ബ്രിജറ്റ് ഉൾഫോക്കി ദമ്പതികൾക്ക് 8 മക്കളായിരുന്നു. വിശുദ്ധ കാതറിൻ ഇവരുടെ മകളായിരുന്നു. ഉൾഫോ പിന്നീട് ഒരു സിസ്റ്റേറിയൻ സന്യാസിയായെങ്കിലും അധികം താമസിയാതെ മരണപ്പെട്ടു. അതിനുശേഷം കർത്താവിന്റെ സ്വരം സ്വപ്നത്തിലൂടെ കേട്ട വിശുദ്ധ കൂടുതൽ ദൈവത്തിലേക്ക് എടുത്തു. ദൈവം വിശുദ്ധയ്ക്ക് ധാരാളം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അധികം താമസിയാതെ വിശുദ്ധ ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഹോളി സേവിയർ എന്ന സന്യാസി സഭയും വാട്സ്റ്റേനയിൽ സന്യാസിമാർക്കും കന്യാസ്ത്രീകൾക്കുമായി 2 ആശ്രമങ്ങളും സ്ഥാപിച്ചു. വിശുദ്ധ നിരവധി ആളുകളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ആളിക്കത്തിച്ചു. വിശുദ്ധ ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയും മടങ്ങി വരുന്ന വഴിക്ക് കലശിലായ പനി ബാധിക്കുകയും മുൻകൂട്ടി പ്രവചിച്ച ദിവസം തന്നെ ഇഹലോകവാസം വെടിഞ്ഞ് കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു. സ്വീഡന്റെ മധ്യസ്ഥ വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജറ്റ്. ഇഹലോക സുഖങ്ങളിൽ അടിപതറാതെ ഈ ലോകത്തിൽ വെച്ച് തന്നെ പരലോക സുഖം നേടിയെടുത്ത വിശുദ്ധ ബ്രിജറ്റ് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ.